بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، المبادئ المفيدة എന്ന അഷ്ശൈഖ് യഹ്യ അൽ ഹജൂരി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിലെ 6ാമത്തെ ചോദ്യം ആണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. അതെന്തായിരുന്നു? ഒരു അടിമയുടെ മേൽ ഒന്നാമതായി നിർബന്ധമാകുന്ന കാര്യം എന്താണ് എന്നതാണ്. അതെന്താണ് ഒന്നാമത്തെ നിർബന്ധം? തൗഹീദ്, അള്ളാഹുവിനുള്ള തൗഹീദാണ്. മറ്റെന്തൊരു കാര്യം ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് അവനുണ്ടാകേണ്ടത് എന്താണ്? തൗഹീദാണ്. അതിൻ്റെ ദലീൽ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. എന്താണ് സംഭവം? അയ്യോ ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ أهل الكتاب. أيوة، فليكن أول ما تدعوهم إليه إلى أن يوحدوا الله. അള്ളാഹുവിനെ തൗഹീദ് ചെയ്യുന്നതിലേക്ക്, അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തുന്നതിലേക്കാണ് നീ എന്ത് ചെയ്യേണ്ടത്? ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത്. അടുത്ത ചോദ്യം, قال المؤلف حفظه الله, അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മാ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഫഖുൽ, നീ പറയുക, മഅനാഹ, അതിൻ്റെ അർത്ഥം എന്നാൽ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താണ്? അർഹതയോടെ ആരാധിക്കപ്പെട്ടത്, അർഹതയോടെ ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അർഹതയോടെ, ഹക്കോടെ, അർഹതയോടെ ആരാധിക്കപ്പെടുന്ന അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. വദലീലു ഖൗലുല്ലാഹി തആല, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാകുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. നീ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ലെന്ന്. വഖൗലുഹു ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അതെന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ അവകാശമുള്ളവൻ, അർഹതയുള്ളവൻ, യാഥാർത്ഥ്യത്തിലുള്ളവൻ അവൻ അല്ലാഹുവാണ് എന്നതിനാലാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. ഇവിടെ ഒന്നാമത്തെ വാജിബായ തൗഹീദ് അത് പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ് എന്നതാണ്. എന്തിനാണത് ഉടനെ തന്നെ വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, വാക്യം, അതെന്താണ്? അതാണ് തൗഹീദിന്റെ വാക്യം. തൗഹീദ് എന്താണ്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം അതെന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ ഒരുപാട് പേർ പിഴച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വെക്കുന്നതിൽ ഒരുപാട് പേർ പിഴച്ചു പോയിട്ടുണ്ട്. അതിലൊന്നാണ് ഹുലൂലിയ, അതായത് അദ്വൈതം, അതുപോലെ തന്നെ അവതാരവാദം ഒക്കെ പറയുന്ന ആളുകൾ. ഇത്തിഹാദിയ, ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ അദ്വൈതം, രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ ഹുലൂലിയ, അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ ഉള്ളിൽ അവതരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ പറയൽ. ഈ ആളുകൾ എന്ത് ചെയ്തു? ഒരു തഫ്സീർ പറഞ്ഞു. എന്താണ് തഫ്സീർ? ലാ മൗജൂദ ഇല്ലല്ലാഹ്. അവർ പറഞ്ഞ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ എന്താണ്? അല്ലാഹു അല്ലാതെ ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്.
അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് അവർ ഉദ്ദേശിച്ച അർത്ഥം കിട്ടി. എന്താണ്? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവാണ്. ഞാനും അള്ളാഹു, നീയും അള്ളാഹു, ഇതും അള്ളാഹു, അതും അള്ളാഹു, എല്ലാം എന്താണ്? അള്ളാഹു. അത് നമ്മളുടെ നാട്ടിലുള്ള മതങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ നാടുകളിലുള്ള മതങ്ങളിൽ നിന്നാണ് പലപ്പോഴും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പറയുന്ന ആളുകൾ കാഫിറുകളാണ് എന്നത് ഇജ്മാ ഉള്ള കാര്യമാണെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലുള്ളവർ നഖ്ൽ ചെയ്തിട്ടുണ്ട്, ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാം അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്. ഈ മസ്ജിദും അള്ളാഹുവാണ്, നമ്മളും അള്ളാഹുവാണ്. അള്ളാഹുവിടെ അള്ളാഹു എല്ലാത്തിലുമുണ്ട്. നമ്മളുടെ നാട്ടിൽ പറയും തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയും. അവരങ്ങനെയാണ് പറഞ്ഞത്. എല്ലാത്തിലും അള്ളാഹു ഉണ്ട്, എല്ലാത്തിലും ദൈവമുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾ എന്താണ്? അദ്വൈതവാദികളാണ്. രണ്ടില്ല, ഒന്ന് തന്നെ. ദൈവത്തിനെ തേടി വേറെ എവിടെയും നീ പോണ്ട, മറിച്ച് നീ തന്നെയാണ് ദൈവമെന്നവർ പറഞ്ഞു. മനസ്സിലായോ? ചില ആളുകൾ എന്ത് ചെയ്തു? കണ്ണാടി പ്രതിഷ്ഠ വെച്ചു. ചില സ്ഥലങ്ങളിൽ കണ്ണാടിയെ പ്രതിഷ്ഠയാക്കി. എന്താണ് കാരണം? കണ്ണാടിയിൽ കാണുന്ന ആൾ തന്നെയാണ് ദൈവം. അത് മുസ്ലിമീങ്ങളിൽ എന്ന് വാദിക്കുന്ന ചില ആളുകളും പറഞ്ഞു അത് തന്നെ. എന്താണ് അവർ പറഞ്ഞത്? അർറബ്ബു അബ്ദുൻ വൽ അബ്ദു റബ്ബുൻ യാ ലൈത ശിഅരി മനിൽ മുക്കല്ലഫ്. റബ്ബ് തന്നെയാണ് അടിമ, അടിമ തന്നെയാണ് റബ്ബ്. പിന്നെ ഇപ്പം ആരാ ഇപ്പത്? എന്ത് കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഏൽപ്പിക്കപ്പെട്ടതാരാ? നോമ്പ് വെൽക്കേണ്ടതാരാ? ഇൻ ഖുൽതു അബ്ദുൻ ഫദാക റബ്ബുൻ. ഞാൻ പറയാണ് അടിമയാണ് നോമ്പ് വെൽക്കേണ്ടത്, നിസ്കരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അടിമ റബ്ബാണ്. ഇൻ ഖുൽതു റബ്ബുൻ ഫഅന്നാ യുകല്ലഫ്. ഇനി ഞാൻ പറയാണ് റബ്ബാണെന്ന് പറഞ്ഞാലോ പിന്നെ എങ്ങനെയാണ് നോമ്പ് വെൽക്കണം? റബ്ബ് നോമ്പ് വെൽക്കണം എന്നപ്പോൾ എങ്ങനെ പറയാ എന്ന് വരെ അവർ പറഞ്ഞു. ഇബ്നു അറബി അത്തായി എന്ന് പറയുന്ന ആൾ ഒക്കെ ഇതിൻ്റെ ആളുകളായിരുന്നു. ഇന്നും അതിൻ്റെ ആളുകൾ സൂഫികളും അതുമായി ബന്ധപ്പെട്ട പലരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. വേറെ ആളുകൾ പറഞ്ഞു അന അൻത ബിലാ ശക് ഫസുബ്ഹാനക സുബ്ഹാനി വതൗഹീദുക തൗഹീദി വഇസ്യാനുക ഇസ്യാനി. അന അൻത ബിലാ ശക്, ഞാൻ നീ തന്നെ, ഒരു സംശയവുമില്ല. ഞാൻ നീ തന്നെ, ഒരു സംശയവുമില്ല. എന്നെ വാഴ്ത്തുന്നത് നിന്നെ വാഴ്ത്തലാണ്, എന്നെ തൗഹീദ്, എന്നെ ഏകത്വപ്പെടുത്തുന്നത് നിന്നെ ഏകത്വപ്പെടുത്തലാണ്, എന്നെ അനുസരണക്കേട് കാണിക്കുന്നത് നിന്നെ അനുസരണക്കേട് കാണിക്കലാണ്. മനസ്സിലായോ? അള്ളാഹുവിനോട് പറയുന്ന സംസാരമാണിത്. അപ്പം ഇതെന്താണ്? ഇത് പച്ചയായ കുഫറാണ്. ജൂതന്മാരും നസ്രാണികളും ഈ കുഫർ പറഞ്ഞിട്ടില്ല. ജൂതന്മാരും നസ്രാണികളും വരെ ഈ ഒരു കുഫർ പറഞ്ഞിട്ടില്ല. മറിച്ച് ചില ആളുകൾ ഇത്തരത്തിലുള്ള ഈ വാദക്കാരാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് കണ്ടാൽ അതു റബ്ബ്, ഇത് കണ്ടാൽ ഇതു റബ്ബ് തയ്യും. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർ പറഞ്ഞു ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. അള്ളാഹു അല്ലാതെ ആരാധ്യനായി ആരാധിക്കപ്പെടുന്നവനായി മറ്റൊരാളുമില്ല എന്നവർ പറഞ്ഞു. അത് ശരിയാകുമോ? ഇത് ശരിയാവൂല. കാരണം എന്താണ്? അത് ബാത്തിലാണ്. ആ പറഞ്ഞ വർത്താനം ബാത്തിലാണ്. അള്ളാഹു അല്ലാതെ ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്മാർ ആരാധിക്കപ്പെടുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നു, അമ്പിയാക്കൾ ആരാധിക്കപ്പെടുന്നു, മലായിക്കത്തുകൾ ആരാധിക്കപ്പെടുന്നു, കല്ലുകൾ ആരാധിക്കപ്പെടുന്നു, അതുപോലെ തന്നെ ഗുഹ്യാവയവം ആരാധിക്കപ്പെടുന്നു, അതുപോലെ തന്നെ എലി ആരാധിക്കപ്പെടുന്നു. എന്തൊക്കെ സാധനങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലാ മഅബൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഇനി മറ്റൊരു കൂട്ടർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞത് എന്താണ്? ലാ ഖാലിഖ വലാ റാസിഖ വലാ മുദബ്ബിറ ഇല്ലല്ലാഹ് വലാ മാലിക ഇല്ലല്ലാഹ് എന്നാണ് അവർ പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്, പരിപാലിക്കുന്നത് അള്ളാഹു മാത്രമാണ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. ഈ പറഞ്ഞത് ശരിയാണ്, ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിൻ്റെ വാക്യത്തിൻ്റെ പൂർണ്ണാർത്ഥം അതിൽ ഇല്ല. അതിൻ്റെ അർത്ഥത്തിന് പകരമാവുമോ? ഇല്ല, പകരമാവുകയില്ല. കാരണം ഇത് അംഗീകരിച്ചിരുന്ന
മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകളായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചില്ല. മുദബ്ബിർ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പ് അംഗീകരിച്ചില്ല. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അൽഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഅലമൂൻ. അവരോട് പറയുകയാണ്, നീ ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണെന്ന്. മക്കയിലെ മുശ്രിക്കുകൾ അത് പറഞ്ഞിരുന്നു. വേറൊരു ചോദ്യമാണ് വലഇൻ സഅൽതഹും മൻ ഖുൽ ലിമനിൽ അർദി വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. ഭൂമിയിലും ആകാശത്തിലുമുള്ളതൊക്കെ ആർക്കാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും അള്ളാഹുവിനുള്ളതാണെന്ന്. തദക്കറുണ്ട്, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണെന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ ഇബാദത്ത് വേറെ ആൾക്ക് എന്തിനാ കൊടുക്കണത്? ചിന്തിച്ചൂടെ? മനസ്സിലായോ? അപ്പോൾ എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അത് ഏത് മതക്കാരോട് ചോദിച്ചാലും, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്താ പറയാ? ഈ ഭൂമി ആരതാ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആണെന്ന് പറയോ? ഇല്ല, ചിലരിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് നിയന്ത്രണമൊക്കെ മൊയ്തീൻ ഷെയ്ഖിനാണ്, അത് വേറെ വിഷയം, അവരെ കഥ നമുക്ക് പിന്നെ പറയാം. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലുള്ളവരോടോ അവരോട് ചോദിച്ചു നോക്ക്, ഇതൊക്കെ കൃഷ്ണൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയുമോ കൃഷ്ണൻ്റെ ആണെന്ന്? ഇല്ല, അവർ പറയാൻ എന്താണ്? ഇതൊക്കെ എല്ലാവരുടെയും ഒരു ദൈവത്തിൻ്റെതാണ്. ഇതൊക്കെ എല്ലാവരുടെയും ഒരു ദൈവം. എനിക്കൊരു ദൈവം, നിനക്കൊരു ദൈവം, മറ്റവനക്കൊരു ദൈവം, മറ്റൊരു ദൈവമില്ല. അല്ല, അങ്ങനെ ദൈവങ്ങളില്ല. മറിച്ച് നമ്മളുടെ എല്ലാവരുടെ ദൈവം ആരാണെന്ന് പറയും? ഒരാളാണെന്ന് അവർ പറയും. ക്രിസ്ത്യാനിനോട് ചോദിച്ചു നോക്ക്, ഇതൊക്കെ യേശു സൃഷ്ടിച്ചതാണെന്ന് ചോദിച്ചാൽ പറയോ യേശു സൃഷ്ടിച്ചതാണെന്ന്? ഇല്ല, കാരണം യേശു ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ട്? ഇവിടെ ലോകം അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് യേശു സൃഷ്ടിച്ചതല്ല, മറിച്ച് യേശുവിനെ സൃഷ്ടിച്ചവനാണ് എന്നവർ പറയും. മനസ്സിലായില്ലേ? അപ്പം ഇതെല്ലാവരും പറയും. ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് എല്ലാവരും പറയും. അപ്പം അത് പോരാ, അതുകൊണ്ടൊരാൾ മുസ്ലിം ആവുകയില്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. അർഹതയോടെ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല എന്നതാണ്. തമാം. മഅബൂദുകൾ ഒരുപാടുണ്ട്, ആരാധിക്കപ്പെടുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അർഹത ആർക്കാണുള്ളത്? ഒരാൾക്ക് മാത്രമാണ് ഉള്ളത്. തയ്യിബ്, ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. വല്ലാഹു തആല ആലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.